ജീവിതത്തിൽ വിവാഹത്തിന് പ്രാധാന്യമുണ്ട്. ഇത് വിവാഹം നടക്കാത്തത് ഒരിക്കലും ആ പാരമ്പര്യമായിട്ടുള്ള ഘടനകൾ മാത്രമല്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതൊരു വ്യക്തിക്കും പൂർവ്വജന്മമുണ്ട്. ഏതൊരു വ്യക്തിക്കും പൂർവ്വജന്മമുണ്ടെന്ന് മാത്രമല്ല, ഈ പൂർവ്വജന്മങ്ങൾ ഏതൊക്കെ ജന്മത്തിലുണ്ടായിട്ടുള്ള ദുരിതങ്ങളും അത് ഈ വർത്തമാന കാലഘട്ടത്തിലെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരും. ഇതാണ് യഥാർത്ഥത്തിൽ വിവാഹം ഓരോ വ്യക്തിക്കും, ഒരേ കുടുംബത്തിലെ പല വ്യക്തികൾക്കും പല സമയത്ത് വിവാഹം നടക്കുന്നതും പരാജയങ്ങൾ ഉണ്ടാകുന്നതും. വിവാഹം നടക്കുമോ എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരമാണ് പറയുന്നത് ശരിക്കും. അതാണ് പലരുടെയും സംശയം. അപ്പോൾ ആ വിവാഹം നടക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ഈ ദുരിതങ്ങൾ എങ്ങനെ, ഇതിലെ ഗുണമാണോ ദോഷമാണോ അധികം ഉണ്ടായിരിക്കണമെന്ന് നോക്കിയിട്ട് ഏത് രീതിയിലുള്ളതാണ് വിഷയങ്ങൾ ഉണ്ടായിരിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ശാപരൂപേണയോ അല്ലെങ്കിൽ ഒരു ദുരിതമായിട്ടോ നിൽക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കിയിട്ട് അതിനായിരിക്കണം പ്രായശ്ചിത്തം ചെയ്യേണ്ടത്. എന്നാൽ മാത്രമേ ആ വിവാഹം കൃത്യമായിട്ട് നടക്കുള്ളൂ. ഈ വിവാഹം കൃത്യമായി നടക്കുക എന്നുള്ളത് മാത്രമല്ല, ഇതിൽ സ്വസ്ഥതയും സമാധാനവും ഒരു സമ്പൽ സമൃദ്ധിയും ഉണ്ടാവണം. അതിന് വേണ്ടിയതായിരിക്കണം ആ ചിന്ത. അത് കൃത്യമായിട്ട് അതിൻ്റെ ദോഷപ്രായശ്ചിത്താദികൾ വരുമ്പോൾ ആ വിവാഹം നടക്കും.